ഹായ് ഗായ്സ്, ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് സാഡിൻ കറി ചാളക്കറി. ഒരു ചട്ടി എടുത്തിട്ട് അതിനകത്ത് കുറച്ച് എണ്ണ, വെളിച്ചെണ്ണ ആയാലും കുഴപ്പമില്ല, സൺഫ്ലവർ ആയാലും കുഴപ്പമില്ല. ചൂടായതിനു ശേഷം കുറച്ച് ഉലുവ, കടുക്, ഉള്ളി, പച്ചമുളക് എല്ലാം ചേർത്ത് നല്ലതുപോലെ വഴക്കണം. പിന്നെ ബട്ടൽ മുളകും കൂടെ ആഡ് ചെയ്യാം. നല്ലതുപോലെ വഴച്ചതിന് ശേഷം നല്ലതുപോലെ വഴറ്റട്ടെ. കറി ലീവ്സിൻ്റെ ഇടയ്ക്കിപ്പോൾ നമ്മൾ ആഡ് ചെയ്യാം. നല്ലതുപോലെ വഴറ്റട്ടെ. ഇളവട്ടെ നല്ലതുപോലെ ഇളഞ്ഞ് നല്ല കളറ് ചേഞ്ച് ചെയ്യുന്ന ഒരു പരുവം വരെ ഇളക്കണം. നല്ലതുപോലെ വഴങ്ങട്ടെ, നല്ലപോലെ വഴങ്ങട്ടെ. ഈ ചാളക്കറി കഴിഞ്ഞിട്ടിനി ബോംഫെറ്റ് ചെയ്യാനുണ്ട്. അതേതായാലും ഞാൻ മസാലയെല്ലാം പുരട്ടി റെഡിയാക്കി വെച്ചിരിക്കുന്നു. നല്ലതുപോലെ മസാല പിടിക്കട്ടെ, അപ്പോഴത്തേക്ക് നമുക്ക് ചാളക്കറി തീർക്കാം. ഏകദേശം നല്ലതുപോലെ മൂത്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കുറച്ച് അല്ലിപ്പൊടി ആഡ് ചെയ്യാം, 1 സ്പൂൺ. അതുപോലെ തന്നെ ചില്ലി പൗഡർ, അതും ഒരു 3/4 സ്പൂൺ, അല്ലെങ്കിൽ ഒരു കാശ്മീർ ചില്ലി ആയിരിക്കും ബെറ്റർ. നല്ല കളർ കിട്ടും, നല്ല ചെറുതായിരിക്കും. അത് കഴിഞ്ഞിട്ട് കുറച്ച് മഞ്ഞപ്പൊടിയും കൂടെ ആഡ് ചെയ്യാം. മഞ്ഞപ്പൊടി, പിന്നെ ഉപ്പ്, ഇതും കൂടെ എല്ലാം ചേർത്തതിന് ശേഷം ഈ നല്ല ലോ ഫ്ലെയിമിലിട്ട് ഇളക്കണം. നല്ലതുപോലെ ഇളക്കണം. തീ കൂടെല്ലാം കാര്യം ചില്ലി പൗഡർ കരിഞ്ഞു. എന്നിട്ട് കുറച്ച് ടൊമാറ്റോ, നല്ല ഇച്ചിരി അരിഞ്ഞ കുറച്ച് ടൊമാറ്റോ, വലിയ ടൊമാറ്റോ ആണെങ്കിൽ ഒരു 1.5-2, ചെറുതാണെങ്കിൽ 3 അല്ലെങ്കിൽ 4, നമ്മൾ ആവശ്യാനുസരണം അതിനകത്ത് ആഡ് ചെയ്യാം. നല്ലതുപോലെ ഇച്ചിരി അരിഞ്ഞ കുറച്ച് ടൊമാറ്റോ ആഡ് ചെയ്യാം. ഇനി അതെല്ലാം കൂടെ മിക്സ് ചെയ്യണം. എൻ്റെ കുട്ടി ഇതിൻ്റെ ഇടയിൽ കിടന്ന് മൂളുന്നു. നല്ലതുപോലെ ഇളക്കണം. നല്ലതുപോലെ മുക്കട്ടെ, നല്ലപോലെ മുക്കട്ടെ. ഇതാ ഏകദേശം ഈ കുഴമ്പ് പരുവത്തിലാവും, കൈൻഡ് ഓഫ് ടെക്സ്ചർ. അതുവരെ നമ്മൾ ലോ ഫ്ലെയിമിൽ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. ഇപ്പം എന്താ നല്ല കുഴമ്പ് പോലെയായി. ഇനി ഇതിനകത്ത് ഞാൻ എന്താണ് ആഡ് ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് പച്ചപ്പുളി എടുത്ത് വെള്ളത്തിനകത്ത് മുക്കി ഒന്ന് പിഴിഞ്ഞ് പുളി കളഞ്ഞതിന് ശേഷം അതിൻ്റെ കുറച്ച് ചാറ്, അതാണ് മെയിൻ സാധനമാണ് ഇതിനകത്ത് ഒഴിക്കേണ്ടത്. പിന്നെ അതുപോലെ തന്നെ ചില്ലി പൗഡറായാലും ഉപ്പായാലും വെള്ളമായാലും പുളിവെള്ളമായാലും നമുക്ക് ആവശ്യത്തിന് ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഇപ്പം നല്ല കുഴമ്പ് പോലെ ആവുന്നുണ്ട്. എന്നിട്ട് മെയിനായിട്ട് ഇപ്പം നമ്മൾ പുളിവെള്ളം ചേർത്തതിന് ശേഷം ഫ്ലെയിം നല്ലതുപോലെ കൂട്ടി ഇത് തിളപ്പിക്കണം. ആ സമയത്ത് കുറച്ചും കൂടെ വെള്ളം ഒഴിക്കാനകത്ത്. എന്നിട്ട് നല്ലപോലെ തിളയ്ക്കട്ടെ. ഇപ്പം ഞാൻ ഫ്ലെയിം കുറച്ച് നല്ലതുപോലെ ഫ്ലെയിം കൂട്ടി വെച്ചിട്ടുണ്ട്. ഇതിന് നല്ലതുപോലെ തിളച്ച് മറിയുമ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലോട്ട് നോക്കാം. ഓക്കെ, ഇപ്പോൾ ചെയ്തത് കുറച്ചും കൂടെ ചൂടുവെള്ളം ആഡ് ചെയ്തു. അപ്പം കുറച്ചും കൂടെ കറി കിട്ടുമല്ലോ, അപ്പം ഇച്ചിരി കൂടെയൊക്കെ നല്ല ടേസ്റ്റായിരുന്നു. ഇപ്പം ഏകദേശം നല്ലതുപോലെ തിളച്ചു, നല്ലതുപോലെ കുഴമ്പ് പോലെയായി. ഇനി അടുത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മീനെടുത്തിടുക. സാഡിൻ നല്ലതുപോലെ തിളച്ചുണ്ട്. ഇനി ഈ മീനിനകത്ത് ഞാൻ കുറച്ച് അരപ്പിട്ടിട്ടുണ്ടായിരുന്നു. ചില്ലി പൗഡറും പെപ്പർ പൗഡറും ഉപ്പെല്ലാം ചേർത്ത് കുഴച്ചിട്ടുണ്ടായിരുന്നു. അത് വെറുതെ ഒരു കുറച്ചും കൂടെ ഫ്ലേവർ കിട്ടാനായിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. നല്ലതുപോലെ കഴുകി കുട്ടപ്പനാക്കി അരിഞ്ഞ് 2 പീസായിട്ട് ഇട്ടിട്ടുണ്ട്. ഇത് ചീനിയുടെ കൂടെ കടിക്കാൻ നല്ല സൂപ്പറായി. ഓക്കെ, ഇനി ഫ്ലെയിം കൂട്ടി വയ്ക്കുക. ഇനി കുറച്ചും കൂടെ ടോപ്പിൽ കുറച്ചും കൂടെ കറി ലീവ്സ് ആഡ് ചെയ്യാം. എന്നിട്ട്
നല്ലപോലെ തിളയ്ക്കുന്നവരെ വെയിറ്റ് ചെയ്യുക. ഇനി ചെയ്യേണ്ടത് ചട്ടിയുടെ ഒരു അടപ്പ് വെച്ച് അടച്ച് വെച്ചിരിക്കണം. നല്ലതുപോലെ തിളയ്ക്കട്ടെ. അടച്ച് വെച്ച് നല്ലതുപോലെ തിളയ്ക്കട്ടെ. അപ്പോഴത്തേക്ക് ആ മീനങ്ങും വേവം ചെയ്യും. സാഡീൻ റെഡിയാവുന്ന സമയം കൊണ്ടൊക്കെ ചീനി അങ്ങ് ചെയ്യാം. ചീനി ചെയ്യേണ്ടത് ഇതിനകത്ത് കുക്കറിനകത്ത് ആ ചീനി പീസായിട്ട് വെട്ടി കുറച്ച് മഞ്ഞയും ഉപ്പും ഇട്ട് അങ്ങ് ഒരു വിസിലിന് ശേഷം അത് ഊരി എടുക്കുമ്പോൾ ഇതുപോലെ ഇരിക്കും. ഒന്ന് മാഷ് ചെയ്താൽ മതി. മാഷ് ചെയ്തതിന് ശേഷം അത് വേറൊരു പാനിനകത്ത് കുറച്ച് ഓയിൽ ഒഴിച്ച് അതൊന്ന് ചൂടാക്കും. ചൂടാകുമ്പോഴത്തേക്ക് ഞാൻ വരാം. എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് കുറച്ച് കടു പൊട്ടിക്കുക. അതേപോലെ കുറച്ച് വറ്റൽമുളക് അതിനകത്ത് ആഡ് ചെയ്യാം. ചൂടായെന്ന് തോന്നുന്നു. കുറച്ച് കടു പൊട്ടിക്കുക. വറ്റൽമുളകും കൂടെ അതിനകത്തോട്ട് ആഡ് ചെയ്യാം. അതിലോട്ട് കുറച്ച് കറി ലീവ്സും കൂടെ ആഡ് ചെയ്യാം. ഇനി ഇതിലോട്ട് നമ്മളൊരു മിക്സിക്കകത്ത് ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, തേങ്ങ ഇതെല്ലാം കൂടെ മിക്സ് കുഴമ്പ് പോലെ ആക്കിയ അത് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അത് മിക്സിയിൽ ആഡ് ചെയ്യുമ്പം നല്ലതുപോലെ കുഴമ്പാക്കണ്ട. ഒരു കൈൻഡ് ഓഫ് എന്നിട്ട് അതൊന്ന് വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്ന് തിളയ്ക്കാൻ വിടാം. ഉപ്പ് നോക്കണം പാകത്തിനാണോ എന്നില്ലെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്യണം. ഇനി നമുക്കിതൊന്ന് തിളയ്ക്കുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. തിളപ്പിക്കുന്നതിൻ്റെ വേറൊരു റീസൺ ഇതിൻ്റെ പച്ചപ്പും ആ ഒരു പച്ച സ്മെല്ലുണ്ടാകും. അതൊന്ന് പോകാനായിട്ടാണ് നല്ലത്. നമുക്ക് തിരിച്ച് സാഡിനിലോട്ട് നോക്കാം. സാഡിൻ്റെ അടപ്പം തുറന്ന് നോക്കാം എന്ത് പറ്റുന്നത്. സൂപ്പറാവുന്നു. നല്ല വെന്ത് നല്ല കുട്ടപ്പനായി തിളച്ച് മറിയുന്ന കണ്ടോ. ചീനിക്കുള്ള അരപ്പ് നല്ലതുപോലെ തിളച്ച് മറിയുന്നത് കണ്ടോ. അപ്പോൾ ആ പച്ചപ്പും വെളുത്തുള്ളിയുടെ ഒക്കെ ഒരു പച്ചപ്പും ആ സ്മെല്ലൊക്കെ കൂടും. നല്ലതുപോലെ തിളച്ച് മറിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള ഏതായാലും തിളച്ചിട്ടുണ്ട് നല്ലതുപോലെ. ഇനി ഞാൻ ഇതിനകത്തോട്ട് ചീനി ആഡ് ചെയ്യും. മാഷ് ചെയ്ത ചീനി അതിനകത്ത് ആഡ് ചെയ്തിട്ട് നമ്മൾ ഉപ്പുമാവനൊക്കെ ഇട്ട് മിക്സ് ചെയ്യുന്ന പോലെ വന്ന് നല്ലതുപോലെ ഇളക്കി എല്ലാ അരപ്പെല്ലാം അതിനകത്തോട്ട് ചേർക്കണം. നമ്മൾ അലുവ കിണ്ടുന്ന പോലെ ഇരിക്കും. സാഡിൻ എന്തായാലും നോക്കാം. നല്ല സൂപ്പറായിട്ട് തിളച്ച് മറിഞ്ഞ് കിടക്കുന്നുണ്ട്. ഞാനതിൻ്റെ രുചി ഒന്ന് നോക്കാം. നല്ല സൂപ്പർ സാധനം.
ചീനി ഏതായാലും വെന്തിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് കടു വറുത്ത് ഒഴിക്കുക. അതിനകത്ത് എന്താണെന്ന് പറഞ്ഞാൽ കുറച്ച് കടു, പച്ചമുളക്, കറിവേപ്പില, പിന്നെ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് അതും കൂടെ ചേർത്ത് അതിനകത്തോട്ട് ഒഴിച്ചു. എന്നിട്ട് ഇതിനകത്ത് മൊത്തം ഒന്ന് മിക്സ് ചെയ്യണം നല്ലത്. ഇതെല്ലാം ചേർന്ന് പിടിക്കും നല്ല. ഇതിനകത്തോട്ട് ആ സാഡീനും കൂടെ ചേർത്തൊരു അലക്കിളക്കിയ എങ്ങനെ ഇരിക്കുമെന്ന് നിങ്ങൾ ട്രൈ ചെയ്തിട്ട് പറയും.